നമസ്കാരം. മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിക്കാനായി ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ, അതായത് തിഹാർ ജയിൽ, അവിടെ ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കെജ്രിവാളിനെ തിഹാറിലെ 5-ാം നമ്പർ ജയിലിൽ പാർപ്പിക്കാനാണ് സാധ്യത. കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകളിൽ നിന്ന് അകലെയായിട്ടായിരിക്കും കെജ്രിവാളിനെ പാർപ്പിക്കാൻ പോവുക. അപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന കെജ്രിവാളിനെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അവരുടെ ആസ്ഥാനമായിട്ടുള്ള ആ ലോക്കപ്പിലെ സെല്ലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. 2 ലോക്കപ്പ് സെല്ലുകളിൽ 1-ാമത്തെ സെല്ലിലാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. മാർച്ച് 28-ന് കസ്റ്റഡി കാലാവധി കഴിയുന്ന അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ഹാജരാക്കിയതിനു ശേഷം ഇഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവായതിനാൽ തന്നെ തിഹാർ ജയിലിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തിഹാർ ജയിലിലേക്ക് മാറ്റുകയാണ്. Z+ കാറ്റഗറി അല്ലെങ്കിൽ സുരക്ഷ ഉള്ള രാഷ്ട്രീയ നേതാവാണ് ഈ കെജ്രിവാൾ എന്ന് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി പദവി രാജിവെച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അതീവ സുരക്ഷയ്ക്ക് അർഹനുമാണ് അദ്ദേഹം. അതിനാൽ തിഹാറിലെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നിലാകും ഇദ്ദേഹത്തെ പാർപ്പിക്കുക എന്നുള്ളതാണ്. 5-ാം നമ്പർ ജയിലിലെ ചില സെല്ലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഒഴിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ജയിലധികൃതർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ കൂടിയും കെജ്രിവാളിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എന്നുള്ളതാണ് പുറത്തു വരുന്ന അഭ്യൂഹം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ തിഹാറിലെ 1, 3, 7 ജയിലുകളിൽ പാർപ്പിക്കുന്ന കാര്യവും ഇപ്പോൾ പരിഗണനയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ മറ്റു ചില നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ 1, 3, 7 ജയിലുകളിലാണ്. ഡൽഹിയിലെ തന്നെ മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയെ പാർപ്പിച്ചിരിക്കുന്നത് 1-ാം നമ്പർ ജയിലിലെ സെല്ലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. രാജ്യസഭാ അംഗമായിട്ടുള്ള സഞ്ജയ് സിംഗ് കഴിയുന്നത് 2-ാം നമ്പറിലെ ജയിലിലാണ്. മുൻ മന്ത്രിയായിട്ടുള്ള സത്യേന്ദ്ര ജെയിൻ അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത് 7-ാം നമ്പർ ജയിലിലാണ്. ഇങ്ങനെ ഇനി സാധാരണ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്ക് ഈ മറ്റു പ്രതികൾക്കൊപ്പം സെല്ല് പങ്കിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇവിടെ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒറ്റയ്ക്കാണ് ഓരോ ജയിലുകളിലായിട്ട്, ഓരോ സെല്ലുകളിലായിട്ട് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കെജ്രിവാളിൻ്റെ തിഹാർ ജീവിതവും ഒറ്റയ്ക്കാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയിലിൽ വെച്ച് മറ്റ് കേസിലെ പ്രതികളെ കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരവസരവും അദ്ദേഹത്തിന് ലഭിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ ജയിലിലാണ് പാർപ്പിക്കുന്നതെങ്കിൽ കൂടിയും വ്യത്യസ്ത സെല്ലുകളിലായിരിക്കും ഇവരെ പാർപ്പിക്കുക. മാത്രമല്ല, ജയിലിലെത്തിയാൽ തിഹാർ മാനുവൽ പ്രകാരം കെജ്രിവാളിന് ആഴ്ചയിൽ 2 തവണ മാത്രമായിരിക്കും കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും ഒക്കെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. എന്നാൽ കോടതിയുടെ പ്രത്യേക ഉത്തരവുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഇളവ് ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും കോടതിയുടെ ഉത്തരവ് ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജയിൽ സൂപ്രണ്ടിൻ്റെ അനുമതിയോടെ ദിവസവും 5 മിനിറ്റ് ഫോൺ ചെയ്യുവാനുള്ള സാവകാശവും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ടായിരിക്കും. ജയിലിലിരുന്ന് ഭരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കെജ്രിവാൾ പക്ഷേ ഈ ഫോൺ കോളുകൾ രാഷ്ട്രീയമായും അല്ലെങ്കിൽ ഭരണപരമായും എങ്ങനെ വിനിയോഗിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയപ്പെടുന്നത് തിഹാർ ജയിലിൽ നിന്ന് പ്രവർത്തിക്കുമോ എന്നുള്ളത് വലിയ ആകാംക്ഷയായി തുടരുകയാണ്. അത് ജയിൽ അധികൃതർക്കും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കോടതി ഉത്തരവുണ്ടെങ്കിൽ പോലും ഓഫീസ് പ്രവർത്തിക്കാം എന്നാണ് ജയിലിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല. ഈ സഹാറ ഇന്ത്യയുടെ ചെയർമാനായ സുബ്രത റോയ്ക്കും യൂണിടെക്കിൻ്റെ പ്രൊമോട്ടർമാരായിട്ടുള്ള സഞ്ജയ് ചന്ദ്ര, അജയ് ചന്ദ്ര എന്നിവർക്കൊക്കെ ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കോടതിയുടെ പ്രത്യേക അനുമതി അത് നൽകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിക്ഷേപകർക്കുള്ള പണം അത് നഷ്ടം നികത്താൻ വേണ്ടി ആസ്തികൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ജയിലിൽ നിന്ന് അത്തരത്തിലുള്ള ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു അനുമതി കോടതി നൽകിയിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഈ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കുവാനുള്ള അനുമതി കെജ്രിവാൾ തേടുമെന്നുള്ള കാര്യത്തിൽ ജയിൽ അധികൃതർക്ക് സംശയമില്ല. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിലാണ് സംശയം. കാരണം ഇന്നത്തോടുകൂടി ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിനെ ജയിലിലേക്ക് അയക്കുക എന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തിഹാർ ജയിലിലെ 5-ാം നമ്പർ സെൽ ഒരുക്കിയെടുക്കുന്നത് ഈ കെജ്രിവാളിന് വേണ്ടി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. മദ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റിലായതെങ്കിൽ കൂടിയും ഇനി ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് അഴിമതിപ്പണം സ്വീകരിച്ചത്, കള്ളപ്പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിലും അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. മാത്രമല്ല, തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതാണ്. തീവ്രവാദികളെ വിട്ടുകൊടുക്കാം, സ്ഫോടന പരമ്പര കേസുകളുമായി ബന്ധപ്പെട്ട് വന്ന തീവ്രവാദികളെ വിട്ടു നൽകാം എന്നുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ
പരസ്പര സമ്മതപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 135 കോടിയിലധികം രൂപ കൈപ്പറ്റി എന്നുള്ള തീവ്രവാദികളുമായിട്ടുള്ളൊരു ബന്ധവും ഒരു കേസും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതും അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ ഇനിയൊരു ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം രാജ്യസുരക്ഷ, തീവ്രവാദ ബന്ധം എന്നിവയൊക്കെ കൂടി ചേർത്ത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അടുത്ത ഒരു കേസ് കൂടി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.